പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, കഴിഞ്ഞ 10 മാസങ്ങൾ കർത്താവ് നമ്മെ അത്ഭുതകരമായി ജയത്തോടെ നമ്മെ വഴി നടത്തി. ഒന്നിനും മുട്ടില്ലാതെ കർത്താവ് നമ്മെ വഴി നടത്തി. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതെ, കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തം സങ്കീർത്തനങ്ങൾ 44:3. അതെ, യഹോവ നമ്മിൽ പ്രസാദിച്ചാൽ നമ്മെ വിടുവിക്കും, നമ്മെ രക്ഷിക്കും. യഹോവയ്ക്ക് പ്രീതിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവരെ രക്ഷിക്കും എന്നുള്ളതായിരുന്നു. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവ് ഒക്ടോബർ മാസത്തിൽ പല മരണകരമായ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചു, വിടുവിച്ചു. ദൈവം നമ്മിൽ പ്രസാദിച്ചു. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. പലപ്പോഴും നാം ദൈവത്തിന് പ്രസാദമില്ലാത്തത് ചെയ്തപ്പോഴും അവിശ്വസ്തരായിരുന്നപ്പോഴും കർത്താവ് നമ്മുടെ കൃപ തോന്നി. ആമേ. കർത്താവ് നമുക്ക് വിശ്വസ്ത ദൈവമായിരുന്ന ഈ 11-ാം മാസം കാണുവാൻ കൃപ ചെയ്തു. ഇന്നും കർത്താവ് ജയത്തോടെ നമ്മെ നടത്തുവാൻ സർവശക്തനാണ്. ഈ നവംബർ മാസം 1-ാം തീയതി വാഗ്ദത്ത വചനമായി കർത്താവ് നമുക്ക് നൽകുന്ന വചനം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം, യെരമ്യാ പ്രവചനം 31-ാം അധ്യായം, അതിൻ്റെ 39-ാം വചനം, അതിൻ്റെ അവസാന ഭാഗം. അതിനെ ഇനി ഒരു നാളും പറിച്ച് കളകയില്ല, ഇടിച്ച് കളകയുമില്ല. ആമേൻ. കർത്താവിൻ്റെ പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. ഇനി ഒരു നാളും അതിനെ, അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതും ആയിക്കോട്ടെ, അതിനെ, അത് നാം ആയിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളായിക്കോട്ടെ, അതിനെ ഇനി ഒരു നാളും പറിച്ച് കളകയില്ല, ഇടിച്ച് കളകയുമില്ല. പല സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നി, അയ്യോ, പറിച്ചു കളയപ്പെട്ട ഒരു ചെടി പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു സാധ്യതയുമില്ല. എൻ്റെ ജീവിതം പറിച്ചു കളഞ്ഞപ്പെട്ട പോലെ ആയല്ലോ. ഇടിച്ചു കളഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും അതിനൊരു എഴുന്നേറ്റമില്ല തനിയെ. ഇനി എനിക്ക് തനിയെ ഉയരുവാൻ കഴിയത്തില്ല, എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാ ഭാരപ്പെട്ടേക്കാം. കർത്താവ് പറയുന്നു, ഇനി ഒരു നാളും പറിച്ച് കളകയില്ല. ദൈവമാണ് പറയുന്നത്, ഇടിച്ച് കളകയില്ല. എന്തുകൊണ്ട്? 38-ാം വചനം, ഈ നഗരം ഹനനേൽ ഗോപുരം മുതൽ കോൺ വാതിൽ വരെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഏതുമായിക്കോട്ടെ യഹോവയ്ക്കായി നാം സമർപ്പിക്കുമെങ്കിൽ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം യഹോവയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണം, ദൈവനാമത്തിന് വേണ്ടി നാം ഉപയോഗിക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതിന് വിടുതൽ വരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടണം. ആ ഒരു ചിന്തയോടെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും. യഹോവയ്ക്കു വേണ്ടി നാം ഏൽപ്പിക്കുമെങ്കിൽ, അടുത്ത വചനത്തിൽ കർത്താവ് പറയുന്നു, ഇനി അതിനെ ഒരു നാളും പറിച്ചു കളകയില്ല. കാരണം അത് പണിയപ്പെടുന്നത് യഹോവയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഏത് സാഹചര്യത്തിലെന്നറിയാമോ? 37-ാം വചനം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാനും ഇസ്രായേൽ സന്തതിയൊക്കെയും അവർ ചെയ്ത സകലവും നിമിത്തം തള്ളിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് പറയുന്നു, ഇസ്രായേൽ മക്കളെ ഞാൻ തള്ളിക്കളയും, കാരണം അവരുടെ അകൃത്യ നിമിത്തം തള്ളിക്കളയും. എന്നാൽ അടുത്ത വചനത്തിൽ, ഈ നഗരം യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും, അതുകൊണ്ട് ഞാനതിനെ പറിച്ചു കളകയില്ല, ഇടിച്ച് കളകയുമില്ല. സ്വന്തം വിവേകത്തിനും സ്വന്തം ആലോചനയ്ക്കും സ്വന്തം ഇഷ്ടത്തിനും തിരിഞ്ഞ് നാം അകൃത്യം പ്രവർത്തിച്ചാൽ കർത്താവ് നമ്മെ തള്ളിക്കളയും. എന്നാൽ യഹോവയ്ക്കായി പണിയുവാൻ ഈ നഗരം, എവിടെയോ ഒരു നഗരം, ഒരു ഹനനേൽ നഗരം, കോൺ വാതിൽ വരെ കർത്താവ് അതിൽ പ്രസാദിച്ചു. അമ്മേ, അതിനെ തള്ളിക്കളഞ്ഞില്ല.
കർത്താവ് പറഞ്ഞു യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും. അതെ, എല്ലാ കാലവും കഴിഞ്ഞു പോയെന്ന് വിചാരിക്കേണ്ട ഒരു കാലം വരും പ്രിയമുള്ളവരെ. പക്ഷേ അത് യഹോവയ്ക്കായിരിക്കണം. നമ്മുടെ ജീവിതം നമ്മെ മുற்றிലുമായി യഹോവയ്ക്കായി പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുക യഹോവയ്ക്കായി. അത് അത്ഭുതം പ്രവർത്തിച്ചാലും യഹോവയ്ക്കായി, ഞാനും യഹോവയ്ക്കായി. ആമേൻ. അങ്ങനെ സമർപ്പിക്കുമെങ്കിൽ ഇനി എവിടെയോ ഈ നഗരം പറിച്ചു കളയപ്പെട്ടു, ഇടിച്ചു കളയപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കർത്താവ് ഇസ്രായേൽ മക്കളെ തള്ളിക്കളയുന്നു. എന്നിട്ട് പറയുന്നു, ഈ നഗരം ഇനി പറിച്ചു കളയത്തില്ല, ഇതിനെ ഞാൻ ഇടിച്ചു കളയത്തില്ല. കാരണം ഇത് യഹോവയ്ക്കായി പണിയപ്പെടുവാനുള്ള കാലം വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ഇല്ല, വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളായല്ലോ, അവസാന മാസങ്ങളായല്ലോ, ഭാരപ്പെടേണ്ട. കാലം വരും പ്രിയമുള്ളവരെ. ആമേൻ. നമ്മുടെ ജീവിതം പണിയപ്പെടും. ആമേൻ. പറിച്ചു കളയപ്പെട്ടു, ഇടിച്ച് കളയപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നാം പണിയപ്പെടും. കാലം വരും. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഈ വചനപ്രകാരം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞങ്ങളെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് ഇസ്രായേൽ മക്കളെ അവരുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം ദൈവം തള്ളിക്കളഞ്ഞു. അതുപോലെ ഈ നഗരവും തള്ളിക്കളയുമെന്ന് വിചാരിച്ചു. എന്നാലില്ല, അത് ഇടിച്ചു കളയപ്പെട്ടതാണ്, പറിച്ചു കളയപ്പെട്ടതാണ്. എന്നാൽ യഹോവയ്ക്കായി പണിയുവാനുള്ളതായതുകൊണ്ട്, ദൈവം അതിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞു, യഹോവയ്ക്കായി ഇത് പണിയുവാനുള്ള കാലം വരും. അതുകൊണ്ട് ഇതിനെ ഞാൻ ഇനി പറിച്ചു കളയത്തില്ല, ഇടിച്ചു കളയത്തില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ദൈവം പണിയുന്ന കൃപകൾക്കായി സ്തോത്രം. ആ കാലം ഏറ്റവും അടുത്തിരിക്കാൻ സ്തോത്രം. ഈ നവംബർ മാസത്തിൽ തന്നെ കർത്താവ് പണിയപ്പെടുന്നതിനായി സ്തോത്രം. പറിച്ച് കളയാതെ, ഇടിച്ച് കളയാതെ, കർത്താവിന് ഒരു നാളും ഇതുവരെ അനുഭവിച്ച കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഇനി ഒരു നാളും വരാതെ രീതിയിൽ ജയകരമായി ദൈവം ഞങ്ങളെ നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് യഹോവയ്ക്കായി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുക ഞങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങളെ നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ന്യൂ മന്ത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.